സോ ഗൈസ്, നമ്മളിന്നൊരു സെൽ പൊസിഷൻ എടുത്താണ്. ഞാൻ രാവിലെ റെക്കോർഡ് ചെയ്ത വീഡിയോ കറക്റ്റായി പോയി, അപ്പം വീണ്ടും റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഞാൻ സെല്ല് ചെയ്തത് മോർണിംഗിലാണ്. നമ്മൾ ഒരു ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തത് 9:55. സെല്ല് ചെയ്ത ലെവല് 7367 അപ്പോൾ ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് 17 പോയിൻറ്റ്സ് ആയിരുന്നു. ഡേ ഹൈയുടെ മേലായിരുന്നു. ഇപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് നമ്മൾ 7377 10 പോയിൻ്റായിട്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കിട്ടി. 57 പോയിൻറ്റ്സ് നമുക്ക് മൂവ് ചെയ്തു. ഏതാണ്ട് 1:5 മേലെ റിസ്ക് റിവാർഡ് റണ്ണിങ് ആണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് കുറേ അപ്പ് സൈഡ് മൂവ്മെൻറ്റ് കിട്ടി, പക്ഷെ നമ്മളൊന്നും എടുത്തില്ല. അതിൻ്റെ റീസൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ട്രേഡ് എങ്ങനെ പോകും നോക്കാം. ഓക്കെ, ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇന്നത്തെ ട്രേഡ് എടുക്കാനുള്ള റീസണും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച മിക്ക ട്രേഡ്സും അവോയ്ഡ് ചെയ്യാനുള്ള കാരണവും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓൾറെഡി 3000 രൂപീസിന് അടുപ്പിച്ച് പ്രോഫിറ്റാണ്. അപ്പോൾ ഈ ട്രേഡ് എനിക്ക് തിരിച്ചു പോയി. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും ജസ്റ്റ് എനിക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് 10 പോയിൻ്റാണ്. അപ്പോൾ എനിക്ക് വരാവുന്ന മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ 500 രൂപ മാത്രമാണ്. കാര്യം ഞാൻ 50 ക്വാണ്ടിറ്റി മാത്രമേ ഷോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 3000 രൂപീസിന് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ ലെറ്റ് സി. സോ നല്ലൊരു മൂവ്മെൻറ്റ് വന്നു. ഇപ്പോൾ 4000 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് വന്നതാണ്. ഓൾറെഡി നമുക്ക് 75 പോയിൻറ്റ്സിന് മേലെ പ്രോഫിറ്റ് കിട്ടി. 75 അറൗണ്ട് 1:7. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എൻട്രി എടുത്തത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട്. സോ ഈ ബ്രേക്ക് ഔട്ടിന് തൊട്ട് മുന്നേ ആണ് ഞാൻ എൻട്രി എടുത്തത്. ഞാൻ ഷോർട്ട് ചെയ്തത് ഈ ലെവലിലാണ് 7387. ഓക്കെ, 7367. ഓക്കെ, 7367 ഞാൻ ഷോർട്ട് ചെയ്തത്. അറൗണ്ട് ഈ ഒരു ലെവലിലാണ്. ഓക്കെ, ഈ ഒരു ലെവലിൽ നമ്മൾ എൻട്രി എടുത്തു. എന്നിട്ട് നമുക്കൊരു ചെറിയൊരു പുൾ ബാക്ക് കിട്ടി. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈയുടെ മേലെ ആയിരുന്നു. ഓക്കെ, ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ്. എന്നിട്ട് ഇതൊരു ബ്രേക്ക് ഔട്ട് വന്നു. ബ്രേക്ക് ഔട്ട് മുന്നെയാണ് എൻട്രി എടുത്തത്. ബ്രേക്ക് ഔട്ട് വന്നു. അപ്പോൾ ഈ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എനിക്ക് വരുമെന്ന് മനസ്സിലായത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ 15 മിനിറ്റ് ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ട്രേഡ് ചെയ്തൊരു പാറ്റേൺ ആണിത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് ഉറപ്പായിരുന്നു. നമ്മൾ പലപ്പോഴും ഇവിടെയൊക്കെ ഷോർട്ട് ചെയ്തതാണ്. ഈ ഒരു ലെവൽസിലെല്ലാം നമ്മൾ പോയി ഷോർട്ട് ചെയ്തൊരു ട്രെൻഡ് ലൈനാണിത്. അപ്പോൾ ആ ബ്രേക്ക് ഡൗൺ വന്നു. നമ്മൾ ഇതിന് നല്ലൊരു പ്രോഫിറ്റ് കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തതാണ്. ഈ ഒരു മന്തിൻ്റെ ആദ്യത്തെ വീക്കിലേക്ക് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയ ഒരു ദിവസമാണിത്. നല്ലൊരു ഫോളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു റീട്രേസ്മെൻറ്റ് വരുമെന്ന് ഉറപ്പാണ്. കാര്യം ഇത്രയും നല്ലൊരു ഫോൾ വന്ന സ്ഥിതിക്ക് ഒരു റീട്രേസ്മെൻറ്റ് വരുന്നത് ഭയങ്കര ഹെൽത്തിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റീട്രേസ്മെൻറ്റ് വേണ്ടി വെയിറ്റ് ചെയ്തു. സോ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം നമുക്കൊരു റീട്രേസ്മെൻറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് വലിയ എൻട്രിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കാര്യം ഓൾറെഡി നല്ല ബുള്ളിഷ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് ഷോർട്ട് ചെയ്യുന്നത് ഒട്ടും വൈസ് അല്ല. കാര്യം തിരിച്ച് വന്ന് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാമെന്നുണ്ടെങ്കിലും കൂടുതൽ പ്രോബബിലിറ്റി ഈ ഒരു ട്രെൻഡ് ലൈനിൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. പക്ഷേ അന്ന് തന്നെ ടെസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു, നമ്മൾ അവോയ്ഡ് ചെയ്തു. ബാക്കി ഈ റീടെസ്റ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ഇന്ന് നമുക്ക് ആ ഒരു റീടെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ റീടെസ്റ്റ് വരുമെന്ന് ഉറപ്പില്ല, പക്ഷേ റീടെസ്റ്റ് വരാതെ ഒരു എൻട്രി എടുക്കുന്നതും ബുദ്ധിയല്ല. അപ്പോൾ ഇന്നൊരു നല്ല റീടെസ്റ്റ് കിട്ടി. കുറച്ചും കൂടി നന്നായിട്ട് ഈ ട്രെൻഡ് ലൈൻ വരച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ ഫസ്റ്റ് 15 മിനിറ്റ് ടൈം ഫ്രെയിം ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ കറക്റ്റ് റീടെസ്റ്റ് ആണ് ഇവിടെ. ഓക്കെ, റീടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻട്രി എടുത്തത്. ഓക്കെ, സോ ഇതാണ് എൻ്റെ മെയിൻ റീസൺ. ഞാൻ കഴിഞ്ഞ ആഴ്ച ട്രേഡ് അവോയ്ഡ് ചെയ്തതിൻ്റെയും ഇന്നിപ്പം ട്രേഡ് എടുത്തതിൻ്റെയും മെയിൻ റീസൺ ഇതാണ്. സോ എനിക്ക് കമൻസ് ഒക്കെ വന്നായിരുന്നു, എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഐഡിയലായിട്ടിരുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഐഡിയലായിട്ടിരുന്നത്. നമുക്കൊരു സൈഡ് വേസ് മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. ഒരു പക്കാ സൈഡ് വേസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കൂടി ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ്. പക്ഷേ നമുക്ക് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. നല്ല വോളറ്റൈൽ ഡേയ്സ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു എൻട്രി എടുക്കാത്തത്. ഇപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു ട്രെൻഡ് ലൈൻ കാണാം. ഇത് റീസൺ നമ്പർ 3 ആണ്. ഇവിടെ നമുക്ക് വേറൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒരു റീടെസ്റ്റ് വന്നാൽ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം നല്ലൊരു ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന്. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ
എൻട്രിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി നമുക്ക് 3000 പ്ലസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. എനിക്ക് തോന്നുന്നു 4000 മേലെ വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മാക്സിമം റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇനിയിപ്പം എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരുന്നു. ആദ്യം 15 പോയിൻറ്റ്സിലാണ് ഞാൻ എൻട്രി എടുത്തത്. ഇപ്പോൾ 9 പോയിൻറ്റ്സ് ആണ് റണ്ണിങ്. ഇപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാം. ഇപ്പം എൻ്റെ സ്റ്റോപ്പ് ലോസ് എൻട്രിയിലോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, 7367 എൻട്രി. 7367 തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അപ്പോൾ ഹിറ്റായാലും എനിക്ക് ലോസ് ഒന്നും വരാനില്ല. ജസ്റ്റ് ബ്രോക്കറേജും ടാക്സും മാത്രമേ വരത്തുള്ളൂ. അത് ചെറിയൊരു എമൗണ്ട് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു റിസ്ക് ഇല്ലാത്ത ട്രേഡാണ്. നമ്മൾ റിസ്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം, എപ്പോഴും മിനിമൈസ് ചെയ്യുക. അതാണ് നമ്മുടെ ഒരു സക്സസ്ഫുൾ ട്രേഡിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് റിസ്ക് ഇല്ലാത്ത ട്രേഡിംഗ് ആണ്. സോ ലെറ്റ്സ് മാക്സിമം ഈ ഒരു ട്രേഡ് റൺ ചെയ്യിപ്പിക്കാം. ലെറ്റ്സ് വെയിറ്റ്. സോ ട്രേഡ് എൻഡായി 4040 രൂപ പ്രോഫിറ്റ് കിട്ടി. നമ്മുടെ എക്സിറ്റ് ആയത് 86-ലാണ്. 7286-ലാണ് എക്സിറ്റ് ആയത്. എക്സിറ്റ് ആയത് ഒരു 3 മണിക്ക് ശേഷമാണ്. 3 മണിക്ക് ശേഷമാണ് എക്സിറ്റ് ആയത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് അതും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, എന്തായാലും 4040 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 1:12 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തതിൻ്റെ ശേഷമുള്ള റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:12 ആണ്. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ 17 പോയിൻറ്റ്സ് ആയിരുന്നു. 4.8 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ടൈം എൻഡായി, അതുകൊണ്ടാണ് എക്സിറ്റ് ആയത്. നമ്മൾ 9:50 തൊട്ട് ഞാൻ എൻട്രി എടുത്തത് 9:55-ലാണ്. 3 മണി വരെ ഹോൾഡ് ചെയ്തു. സോ എക്സിറ്റ് ആയതും 3 മണിക്കാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ 1000 റുപ്പീസിന് താഴെ മാത്രമേ ലോസ് വരുള്ളായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 4000 രൂപയ്ക്ക് മേലെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പലപ്പോഴായിട്ട് കമൻറ്റിൽ ചോദിക്കുന്നതാണ് ബ്രോക്കറേജും ടാക്സും എത്ര വരുമെന്ന്. അപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ ബ്രോക്കറേജും ടാക്സും ഇന്നത്തെ കോൺട്രാക്ട് നോട്ട് ഞാൻ ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്യാം. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.